all the world admires a deed well done. And I think, with all modesty, we can say that we have done this action well. But let us not forget that the road ahead is still long and very steep, and we have many peaks to scale. Let us hope that we can do this with the same spirit in which we have faced this challenge, and that we will go ahead from peak to peak, raising our nation to new heights of quality and of excellence. ഇന്ത്യ മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും ശക്തിയായ വനിതാ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്നും കോൺഗ്രസുകാർ ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്ന് വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്യുന്നത് വെറുമൊരു മുദ്രാവാക്യം എന്ന നിലയിലല്ല എന്ന് ആ ജീവിതം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇന്ദിരയ്ക്ക് മുൻപോ അവർക്ക് ശേഷമോ ഇന്ത്യക്ക് ഒരു വനിതാ ഭരണാധികാരി ഉണ്ടായിട്ടില്ല. ഇന്നും നമ്മെ ആവേശം കൊള്ളിക്കുന്ന ആ ധീര വനിതയുടെ ജീവിതം ഏതൊരാൾക്കും പ്രചോദനമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി 1917 നവംബർ 19 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അലഹബാദിലാണ് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ജനിച്ചത്. ഇളയ സഹോദരൻ ശൈശവാവസ്ഥയിൽ മരിച്ചതിനാൽ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു ഇന്ദിര. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്കാണ് ഇന്ദിര പിറന്നു വീണത്. അച്ഛൻ ജവഹർലാൽ നെഹ്റുവും മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലായിരുന്നു. അമ്മ കമലയാകട്ടെ അസുഖബാധിതയും. ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു കുഞ്ഞ് ഇന്ദിരയുടേത്. വീട്ടിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം മെട്രിക്കുലേഷനായാണ് ഇന്ദിര സ്കൂളിൽ ചേരുന്നത്. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. ആ വർഷം ഫെബ്രുവരി 28 ഇന്ദിരയുടെ മാതാവ് കമലാ നെഹ്റു മരണത്തിന് കീഴടങ്ങി. അമ്മയുടെ മരണം ഇന്ദിരയ്ക്കൊരു വലിയ തിരിച്ചടിയായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ ഇന്ദിര തുടർച്ചയായി പരാജയപ്പെട്ടു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും ഈ കാലയളവിലെ അരക്ഷിതാവസ്ഥ വലിയ പങ്കുവഹിച്ചു. നിരന്തരമായ അനാരോഗ്യവും കൂടിയായപ്പോൾ ബിരുദ പഠനം പൂർത്തിയാക്കാനാകാതെ ഇന്ദിര ഇന്ത്യയിലേക്ക് മടങ്ങി. ഓക്സ്ഫോർഡിലെ പഠനകാലത്താണ് ഇന്ദിരാഗാന്ധിയോട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ഫിറോസ് പ്രണയാഭ്യർത്ഥന നടത്തിയത്. പാഴ്സി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹത്തിന് നെഹ്റുവിന്റെ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരു നിന്നില്ല. അങ്ങനെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടുമുൻപായി ഫിറോസിനെ ഇന്ദിര വിവാഹം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിക്കാതെ തടവിലായി. 1944 രാജീവ് ഗാന്ധിക്കും 1946 സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിര ജന്മം നൽകി. 1947 ഇന്ത്യ സ്വതന്ത്രയാവുകയും ഇന്ദിരയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 1959 ഇന്ദിര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അതോടെ ഭരണകാര്യത്തിൽ പിതാവിനെ സഹായിക്കാനും ഭരണകാര്യങ്ങളിൽ വളരെ വേഗം പഠിച്ചെടുക്കാനും ഇന്ദിരയ്ക്ക് കഴിഞ്ഞു. ഇന്ദിരയുടെ വിവാഹ ജീവിതം അത്ര വിജയകരമായിരുന്നില്ല. ഇന്ദിരയുടെ ജീവിതത്തെ പ്രയാസപൂർണമാക്കിയ നിരവധി സാഹചര്യങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്നു. 1960 സെപ്റ്റംബർ 8 ഫിറോസ് ഗാന്ധി ഹൃദ്രോഗബാധയെ തുടർന്ന് അന്തരിച്ചു. 1964 പിതാവിന്റെ മരണശേഷം ഇന്ദിരാഗാന്ധി രാജ്യസഭാംഗമായി നിയമിതയായി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി അധികാരമേറ്റു. ശാസ്ത്രിയുടെ ആകസ്മിക മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ സംബന്ധിച്ച് സമവായത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധി 1966 ജനുവരിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. 1977 വരെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തുടർന്നു. ഭരണകാലത്ത് ഇന്ദിര അസാധാരണമായ രാഷ്ട്രീയ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയും ലോകവും കണ്ടത് ഇന്ദിര എന്ന ഉരുക്കുമനിതയുടെ വളർച്ചയും തളർച്ചയുമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, അന്തർദേശീയ നയങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ നടപ്പാക്കി. പഞ്ചവത്സര പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് അവർ മേൽനോട്ടം വഹിച്ചു. ഇത് ലക്ഷ്യം വെച്ചുള്ള വളർച്ച കൈവരിക്കാൻ രാജ്യത്തെ സഹായിച്ചു. ധവള വിപ്ലവവും കാർഷിക വിപ്ലവവും രാജ്യത്ത് നടപ്പാക്കുന്നത് ഇന്ദിരയുടെ ഭരണകാലത്തായിരുന്നു. 14 പ്രമുഖ വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത് പോലെയുള്ള നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഇന്ദിരാഗാന്ധി എടുത്തു. കൂടാതെ തൊഴിലും സംഘടിത തൊഴിലാളികളുടെ താൽപ്പര്യവും സംരക്ഷിക്കുന്നതിനായി കൽക്കരി, ഉരുക്ക്, ചെമ്പ്, ഇൻഷുറൻസ് വ്യവസായങ്ങൾ എന്നിവയും അവർ ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരിക്കാത്ത മേഖലകളിൽ സർക്കാർ നിയന്ത്രണങ്ങളും മേൽനോട്ടവും ഏർപ്പെടുത്തി. 1971 പാകിസ്ഥാനെതിരായ യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധി എണ്ണ കമ്പനികളെയും ദേശസാൽക്കരിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഈ നടപടിയായിരുന്നു.
പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ ഇന്ദിരാഗാന്ധി പിന്തുണച്ചു. ഈ യുദ്ധമാണ് ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കൊലപാതകം വരെ അവർ ബംഗ്ലാദേശുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പാകിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അവർ കഠിനമായി പരിശ്രമിച്ചുവെങ്കിലും ജനറൽ സിയ ഉൽ ഹക്കിന്റെ ഉയർച്ച കാരണം അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വേതനവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ദിര സാമൂഹിക പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. 1971 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നിയമവിരുദ്ധമായ രീതികളും തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളും ഉപയോഗിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സർക്കാർ സംവിധാനം ഉപയോഗിച്ചതിന് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. 1975 ജൂണിൽ കോടതി തെരഞ്ഞെടുപ്പ് അസാധുവാക്കി പ്രഖ്യാപിക്കുകയും ഇന്ദിരാഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അടുത്ത 6 വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തി. എന്നാൽ അധികാരം വിട്ടൊഴിഞ്ഞു പോകാൻ ഇന്ദിര ഒരുക്കമായിരുന്നില്ല. 1975 ജൂൺ 25 ഇന്ത്യൻ ഭരണഘടനയിലെ 352 വകുപ്പനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1977 മാർച്ച് വരെ 21 മാസം അടിയന്തരാവസ്ഥ നീണ്ടുനിന്നു. തെരഞ്ഞെടുപ്പും എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് കൽപ്പനയിലൂടെ ഭരിക്കാനുള്ള അധികാരം അടിയന്തരാവസ്ഥ ഇന്ദിരയ്ക്ക് നൽകി. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ദിരാഗാന്ധി പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വെറും 153 സീറ്റുകൾ മാത്രം നേടി കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം അന്ന് ഏറ്റുവാങ്ങി. ഇന്ദിരാഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ രാജ് നാരായണനോട് പരാജയപ്പെടുകയും ചെയ്തു. ജനതാ പാർട്ടിയിലെ മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടു എന്നാരോപിച്ച് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യാൻ ജനതാ പാർട്ടി ഉത്തരവിട്ടു. എങ്കിലും ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല. എന്നാൽ വിലങ്ങണിഞ്ഞ ഇന്ദിരാഗാന്ധി ജനങ്ങളിൽ നിന്ന് സഹതാപം നേടി. ജനതാ പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് 1979 ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റ് പിരിച്ചുവിടുകയും 1980 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചെത്തി. ഈ കാലത്താണ് പഞ്ചാബിൽ ഖലിസ്ഥാൻ ഭീകരവാദം ശക്തി പ്രാപിച്ചത്. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള വിഘടനവാദ പ്രസ്ഥാനം സർക്കാരിനും മിതവാദികളായ സിഖുകാർക്കും ഹിന്ദുക്കൾക്കുമെതിരായി പ്രചാരണങ്ങൾ ആരംഭിച്ചു. ഇതിനെതിരെ സർക്കാർ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നു. നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുകയും സുവർണക്ഷേത്രത്തിന് വലിയ നാശമുണ്ടാക്കുകയും ചെയ്ത ഈ സംഭവമാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത്. 1984 ഒക്ടോബർ 31 അന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരി സ്വന്തം അംഗരക്ഷകർ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് ഒരു ഹ്രസ്വചിത്രത്തിന് വേണ്ടി അഭിമുഖം നൽകാൻ തന്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്നു ഇന്ദിര. വളപ്പിലുള്ള ചെറിയ ഗേറ്റിലെ കാവൽക്കാരായിരുന്നു സത്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നിവർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം തന്റെ അംഗരക്ഷകരിലെ സിഖുകാരെ ഒഴിവാക്കണമെന്ന് ഇന്റലിജൻസ് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഇന്ദിര അത് ചെവിക്കൊണ്ടിരുന്നില്ല. അംഗരക്ഷകരെ അഭിവാദ്യം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇരുവരും വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9:30 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2:20 ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു. ഒരു യന്ത്രവൽകൃത തോക്കിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കിൽ നിന്നുമുള്ള 30ഓളം വെടിയുണ്ടകൾ ഇന്ദിരയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മൃതദേഹ പരിശോധന നടത്തിയ ഡോക്ടർ വെളിപ്പെടുത്തിയിരുന്നു. 3 ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം നവംബർ 3 ശക്തിസ്ഥലിൽ ഇന്ദിരയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. ഇന്ദിരാഗാന്ധി രാജ്യത്തിന് ചെയ്ത സംഭാവനകളെ മാനിച്ച് പിന്നീട് വന്ന സർക്കാരുകൾ വിവിധ സ്മാരകങ്ങൾ അവർക്കായി ഒരുക്കി. ഗ്രാമീണ സമൂഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ദിര ആവാസ് യോജന പദ്ധതി ആരംഭിച്ചു. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ദേശീയ ഉദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് എന്നിവ ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകങ്ങളാണ്. 1999 BBC വുമൺ ഓഫ് ദി മില്ലേനിയം എന്ന പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതും ഇന്ദിരാഗാന്ധിയെയാണ്. 2011 ഇന്ദിരാഗാന്ധിക്ക് മരണാനന്തര ബഹുമതിയായി ബംഗ്ലാദേശിലെ പരമോന്നത ബഹുമതിയായ ബംഗ്ലാദേശ് സ്വാധീനത സമ്മാനോന അഥവാ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ ബഹുമതി നൽകി ആദരിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഇന്ദിരയെ അന്നത്തെ രാഷ്ട്രപതി VV ഗിരി രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്നം നൽകി ആദരിച്ചിരുന്നു. ഇന്ദിരയെപ്പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയെ അതിനു മുമ്പോ ശേഷമോ ഇന്ത്യ കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരേ സമയം അമേരിക്കയുമായും സോവിയറ്റ് യൂണിയനുമായും സൗഹൃദം സൂക്ഷിക്കുകയും സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴും അതിന്റെ പേരിൽ ആ 2 ശക്തികൾക്കും മുന്നിൽ ഇന്ത്യയുടെ പരമാധികാരവും ജനതയുടെ അന്തസ്സും അടിയറവ് വയ്ക്കുവാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കോൺഗ്രസുകാർ ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്.